ഹലോ എവരിബഡി. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ്. അതായത് ഇന്നലെ എൻ്റെ ഒരു കൊച്ചു സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, ചേട്ടൻ മാത്തമാറ്റിക്സിലെ ഡിവിഷൻ ബൈ സീറോയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ടൈം ഡയലേഷനെ പറ്റി, അതായത് റിലേറ്റിവിസ്റ്റിക് ടൈം ഡയലേഷനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് പുള്ളിക്കാരനോട് ആവശ്യപ്പെട്ടു. അപ്പോ പുള്ളിക്കാരനെ ഞാൻ നോക്കിയപ്പോൾ +2 സ്റ്റാൻഡേർഡുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി വളരെ വാചാലമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ +2 സ്റ്റാൻഡേർഡുള്ള ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഈ റിലേറ്റിവിസ്റ്റിക് ടൈം ഡയലേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. മലയാളത്തിലായതുകൊണ്ട്, മലയാളത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിരിക്കും, മലയാളത്തിലായതുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ലോ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലും കൂടിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ തുടങ്ങുന്ന ഒരു വിഷയം ടൈം ഡയലേഷൻ ആണ്. ഈ ടൈം ഡയലേഷൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യം റിലേറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ആപേക്ഷിക തത്വം, അതായത് എന്താണ് ആപേക്ഷികത, അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൈം ഡയലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. നമുക്കൊക്കെ അറിയാം, ശാസ്ത്രത്തിലൊക്കെ ധാരാളം കഥകൾ വരാറുണ്ട്. ടൈം മെഷീനിൽ കയറി സഞ്ചരിച്ചു, പൂർവ്വകാലത്തിൽ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ അടുത്ത ഭാവി കാലത്തിൽ എത്തിച്ചേർന്നു എന്നൊക്കെ. അപ്പൊ ഈ ടൈം ട്രാവൽ പോസിബിൾ ആണോ എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം പറയാനുള്ളത് റിലേറ്റിവിറ്റി. റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു തിയറി. റിലേറ്റിവിറ്റിയിൽ രണ്ട് തരത്തിലുള്ള തിയറി വന്നിട്ടുണ്ട്. ഒന്ന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, രണ്ട് ഐൻസ്റ്റൈൻസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഈ രണ്ട് തിയറിയാണ് റിലേറ്റിവിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, രണ്ടാമത്തത് ഐൻസ്റ്റൈൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പൊ റിലേറ്റിവിറ്റി എന്താണ്, ആപേക്ഷികത എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് ആപേക്ഷികത എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, ഒന്നിനെ അപേക്ഷിച്ച് മറ്റുള്ളത് എന്നുള്ളതാണ്. റിലേറ്റീവ് വെലോസിറ്റിയെ പറ്റി നമുക്കറിയാം. അതായത് നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നിരിക്കും. അപ്പൊ അടുത്തുള്ളൊരു ബസ് ബാക്കിലോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് തോന്നുന്നത് നമ്മുടെ ബസ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പൊ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് മോഷനിലാണ്, ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് ചലനത്തിലാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ചലനങ്ങളും അഥവാ എല്ലാ തരത്തിലുള്ള മോഷൻസ്, അതായത് ചലനങ്ങളും ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് ചലിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ സൂര്യനും ചന്ദ്രനും ഒക്കെ ചലിക്കുന്നു. അപ്പൊ ഭൂമിയെ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് നമ്മൾ സൂര്യചന്ദ്രന്മാരുടെ ഗതി ആക്കുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തു സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ, മറ്റൊരു വസ്തുവിന്റെ പൊസിഷൻ ചേഞ്ചിലാവുമ്പോൾ മാത്രമേ നമുക്കതിനെ മോഷൻ അഥവാ ചലനം എന്ന് പറയാൻ സാധിക്കൂ. അപ്പൊ ചലനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആപേക്ഷികമായ ഒരു കാര്യമാണ്. ആപേക്ഷികമല്ലാത്തൊരു ചലനം പോസിബിൾ അല്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അതായത് എല്ലാ ചലനങ്ങളും ആപേക്ഷികമാണ്, കേവലമായ ചലനം ഒരു മിഥ്യയാണ്. What is meant by a motion? If the position of a particle changes with respect to time, then the particle is said to be in motion. അപ്പോ സമയമനുസരിച്ച് ഒരു വസ്തു ചലിക്കുമ്പോഴാണ് അതിന്റെ പൊസിഷൻ, അതിന്റെ സ്ഥാനം മാറുമ്പോഴാണ് നമ്മളതിന്റെ ചലനം എന്ന് പറയുന്നത്. അപ്പോ ചലനത്തിന് പലതരത്തിലുണ്ട്. യൂണിഫോം മോഷൻ ഉണ്ട്, നോൺ യൂണിഫോം മോഷൻ ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ചലനം, റൊട്ടേഷണൽ മോഷൻ, സർക്കുലർ മോഷൻ ഒക്കെ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. അപ്പോ ഒരു വസ്തു ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിന്റെ സ്ഥാനം മാറുമ്പോൾ ഒരു വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തു ചലിക്കുകയാണെന്ന് പറയാം. ഒരേപോലെ സഞ്ചരിക്കുന്ന രണ്ട് ട്രെയിനുകൾ, ഉദാഹരണത്തിന് ഇത് ട്രെയിൻ നമ്പർ എ ആണ്, ഇത് ട്രെയിൻ നമ്പർ ബി ആണ്. രണ്ട് പാരലൽ ആയിട്ടുള്ള ട്രാക്കുകളിൽ ഒരേ വേഗതയിൽ ബി എന്നുള്ള ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നത്
അപ്പോ മോഷൻസ് അഥവാ ചലനം എന്നുള്ളത് റിലേറ്റിവിസ്റ്റിയാണ്. എ അപേക്ഷിച്ച് ബി ചലിക്കുന്നില്ല, ബിയെ അപേക്ഷിച്ച് എയും ചലിക്കുന്നില്ല. എന്നാൽ ഒന്നിന്റെ വെലോസിറ്റി അതായത് ബി ഡാഷ്, സപ്പോസ് ബി ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകും. അപ്പൊ ഇതിനെ അപേക്ഷിച്ച് ഇതിന്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ട്രെയിനിന് ബി ഡാഷ് എന്ന് പറയുന്ന ഒരു വേഗത ഉണ്ട്, ഇതിന് ബി എന്നുള്ള വേഗതയുണ്ട്. പക്ഷെ ബി എന്ന് പറയുന്ന വേഗത ബി ഡാഷിനേക്കാൾ കുറവാണ്. ബി ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ ബി. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ നമ്പർ എയിൽ നിന്ന് നോക്കുമ്പോൾ ബിയുടെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ ബി ഡാഷ് മൈനസ് ബി ആയിരിക്കും. ട്രെയിൻ നമ്പർ എയിൽ നിന്ന് നോക്കുമ്പോൾ ബി ഡാഷ് മൈനസ് ബി എന്നുള്ള വേഗതയിൽ ഈ ബി എന്നുള്ള ട്രെയിൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നാശം. ഇനി ബിയിൽ നിന്ന് നോക്കുമ്പോൾ എയുടെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ അത് മൈനസ് ഓഫ് ബി ഡാഷ് മൈനസ് ബി പുറകിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഒരു കൺസെപ്റ്റ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി റിലേറ്റിവിറ്റിയിലേക്ക് വരാം. റിലേറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്? നമ്മൾ ഒരു വസ്തുവിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ചലനം അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ മുറിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു കാക്ക ചലിക്കുന്നതായിട്ട് തോന്നും. ഈ മുറി ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. പുറത്തിരിക്കുന്ന കാക്ക ഓബ്ജക്റ്റ് ആണ്. ഞാനിപ്പോ ഒരു ബൈക്കിൽ ട്രാവൽ ചെയ്യുകയാണ്, ഒരു കാക്ക സഞ്ചരിക്കുകയാണെങ്കിൽ ആ കാക്കയെ ഞാൻ കാണുന്ന ഓടുന്ന ബൈക്കിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പൊ ബൈക്കാണ് എന്റെ അവിടുത്തെ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് പറയാം. ഒരു 3 ഡയമെൻഷണൽ സ്പേസ് അസ്യൂം ചെയ്യുന്നു. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസ് ആക്ച്വലി ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ബോർഡിൽ വരയ്ക്കാൻ പറ്റാത്തതാണ് ചരിച്ച് വരച്ചിരിക്കുന്നത്. ഇതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇത് അടുത്തൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇതിന്റെ കോർഡിനേറ്റുകൾ എക്സ് ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ് ആണ്. അതുപോലെ തന്നെ ഇത് ഫ്രെയിം ഓഫ് റെഫറൻസ് 2 ആണ്. അപ്പോ ഇവിടെ ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒരാൾ നിൽക്കുകയാണ്, ഇവിടെയും ഒരാൾ നിൽക്കുകയാണ്. ഇത് ഫ്രെയിം ഓഫ് റെഫറൻസിലെ F1 സോറി F ഡാഷ് F. ഈ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസുകളും സ്ഥിരമായിട്ടിരിക്കുകയാണ്. ഉദാഹരണം നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് ബസ്സുകൾ എന്ന് മാത്രം സങ്കല്പിച്ചാൽ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഒരു കല്ല് ഓടിയിരിക്കുന്ന ഒരു സ്റ്റോൺ തറയിൽ വന്നിങ്ങനെ വീഴുകയാണെന്ന് അസ്യൂം ചെയ്യുക. H എന്ന് പറയുന്ന ഹൈറ്റ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം, എഫിനെ സംബന്ധിച്ചിടത്തോളം മുകളിൽ നിന്നുള്ള കല്ല് താഴെ വന്ന് വീഴുന്നത് ഒരു ഈവന്റ് ആണ്. എഫ് ഡാഷിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്രയും ദൂരെ നിന്നാണ് കാണുന്നത്. അയാൾക്ക് മുകളിൽ നിന്ന് താഴെ ഒരു കല്ല് വന്ന് വീഴുന്നത് ഒരു ഈവന്റ് ആണ്. ഈ രണ്ട് ഫ്രെയിമുകളും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി ഇതേ ഫ്രെയിമിൽ തന്നെ വേറെ ഒന്ന് നമുക്ക് അസൈൻ ചെയ്യാം. ഇതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ്. റെഫറൻസ് 2 എന്നിടാം. എക്സ് ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ്. ഇത് ഫ്രെയിം ഓഫ് റെഫറൻസ് 1 ആണ്. എക്സ്, വൈ ആൻഡ് ഇസഡ്. ഇതുപോലെ ഒരു ഈവന്റ് ഇവിടെ സംഭവിക്കുകയാണ്. അതൊരു കല്ല് തറയിലേക്ക് വിടുന്നതാകാം, അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിനെ അപേക്ഷിച്ച് v എന്ന് പറയുന്ന ഒരു വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
v എന്ന് പറയുന്ന ഒരു വേഗത. സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്, അതായത് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വസ്തുവും ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു. കാരണം ഭൂമി അപേക്ഷിച്ച് ചന്ദ്രൻ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സെക്കൻഡ് ചന്ദ്രനാണ് ആശ്രയിച്ചിരിക്കുക. ഇതിന്റെ വെലോസിറ്റി 0 ആണ്. ഇതിന്റെ വെലോസിറ്റി. അപ്പോ ഇതിനെ ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിനെ അപേക്ഷിച്ച് ഈ ഈവന്റ് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് ദൂരെയാണ്. y എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റ് ആണ്. z അതേപോലെ തന്നെ ഒരു ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഇവിടെ ഈ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതായത് എക്സ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. y ഡയറക്ഷനിലോ z ഡയറക്ഷനിലോ ഈ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസിന് മൂവ്മെന്റ് ഇല്ല. ഇത് വെറും എക്സ് ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്നു. അതായത് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാറിനെ പറ്റി ആലോചിച്ചാൽ മതി. കാർ ഒരു ലൈനിലല്ലേ പോകുന്നത്, മുകളിലേക്കോ ഇങ്ങോട്ടോ പോകുന്നില്ലല്ലോ. ഈ ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇരുന്ന് കൊണ്ട് ഒരു വ്യക്തി അളക്കുമ്പോ, ഇവിടെ ഇരുന്ന് കൊണ്ട് വേറൊരു വ്യക്തി അളക്കുമ്പോ ഇയാളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എ എന്ന് സങ്കല്പിക്കാം, ഇയാളെ ബി എന്ന് സങ്കല്പിക്കാം. ഈ ഈവന്റ് എത്ര ദൂരെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എക്സ് ഡിസ്റ്റൻസ് ദൂരെയാണ് സംഭവിക്കുന്നതെന്ന് ഇദ്ദേഹം പറയും. എന്നാൽ ബി എന്ന് പറയുന്ന ആള് ഇതേ ഈവന്റ് എത്ര ദൂരെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അയാള് എക്സ് ഡാഷ് എന്നുള്ള ലെങ്ത് പറയും. എക്സ് ഡാഷ്, അതായത് ഇത് സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ദൂരമാണ്. ഈ എക്സ് ഡാഷ് എന്ന് പറയുന്ന ദൂരത്തിൽ ഇയാൾ ഇരിക്കുന്ന ടോട്ടൽ ഫ്രെയിം ഇതിനെ അപേക്ഷിച്ച് ഫ്രണ്ടിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ടി ആണ് സമയമെങ്കിൽ, ഇത് സഞ്ചരിച്ചു തുടങ്ങിയ സമയം ടി ആണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി, ഇതിന്റെ അപ്പുറത്തെ ഈ ഈവന്റ് എന്ത് ദൂരെയാണ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ബിയുടെ ആണെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ബിയെ സംബന്ധിച്ച് ഇവിടെ സംഭവിക്കുന്ന ഈവന്റ്, ഇ എന്ന് പറയുന്ന ഒരു ഈവന്റ് ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് എക്സ് മൈനസ് വി ടി, കാരണം ഫ്രെയിം ഓഫ് റെഫറൻസ് വി വെലോസിറ്റി മൂവ് ചെയ്യണം, ടി ടൈം ആയിട്ടുണ്ട്. അപ്പൊ എക്സ് മൈനസ് വി ടി ആണ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഇയാളുടെ ദൂരം. പക്ഷെ ഇയാളുടെ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ എക്സ് ആണ്. അതുപോലെ y എത്രയാണെന്ന് ചോദിച്ചാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് y തന്നെയാണ്, ഇത്രയും ദൂരം. ഇയാളെ സംബന്ധിച്ചിടത്തോളം y തന്നെയാണ്. കാരണം ഈ ഫ്രെയിം ഓഫ് റെഫറൻസിന് y ഡയറക്ഷനിലേക്ക് മോഷൻ ഇല്ല. രണ്ടുപേരും ഒരേ ഹൈറ്റിലാണ് ഇതിനെ കാണുന്നത്. അതുപോലെ z ഡാഷ്, z എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ z ആണ്. z ഡാഷ് ഓൾസോ ഇസ് ഈക്വൽ ടു z. രണ്ട് തുല്യമാണ്. കാരണം z ഡയറക്ഷനിലേക്ക് ഈ ഫ്രെയിം ഓഫ് റെഫറൻസിന് മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളിപ്പോ സ്പേസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അതായത് സ്പേസിൽ ഞാനിപ്പോ ഒരു കസേരയിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുകയാണ്. അടുത്ത് കമ്പയർ ചെയ്യാൻ ഗ്രഹങ്ങളില്ല, ഉൽക്കാകർഷണങ്ങളില്ല, ഒന്നുമില്ല എങ്കിൽ ഞാൻ ചലിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയില്ല. അതാണ് എന്റെ അവസ്ഥ. ആക്ച്വലി ഞാൻ അവിടെ മോഷണമല്ല, ഞാൻ അവിടെ ചലനത്തിലല്ല. കാരണം കമ്പയർ ചെയ്യാൻ, റിലേറ്റീവായിട്ട് കമ്പയർ ചെയ്യാൻ മറ്റൊരു വസ്തുവില്ല, ഗ്രഹങ്ങളോ ഒന്നുമില്ല, ശൂന്യമായ സ്പേസ് ആണ്. അപ്പൊ ഇതാണ് റിലേറ്റിവിറ്റിയുടെ മർമ്മം. അതായത് എല്ലാ ചലനങ്ങളും ആവേശികമാണ്, ആവേശികമല്ലാത്തൊരു ചലനം ലോകത്തിലില്ല. അതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതുപോലെ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് അസ്യൂം ചെയ്യുക. ഇവിടുന്ന് ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ്. h എന്നുള്ള ഹൈറ്റ് ആണ്. ഒരു കല്ല് താഴേക്ക് പതിക്കുമ്പോഴുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് mgh എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജി അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. താഴെ എത്തുമ്പോൾ അത് ഹാഫ് mv² എന്ന് പറയുന്ന കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോ എനർജി കൺസർവേഷൻ അനുസരിച്ച് ഹാഫ് mv² is equal to mgh ആണ്. Therefore v is equal to under the root of 2gh ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. h is equal to v² by 2g. v² by 2g എന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോ ടൈം ആണെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ
ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇത് എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് എക്സ് വൈ ആൻഡ് സെഡ്. ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു വി വെലോസിറ്റിയിൽ ഇങ്ങനെ ഇതിനെ അപേക്ഷിച്ച് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. അപ്പോ h ഉയരത്തിൽ ഈ കല്ല് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കല്ല് തറയിലേക്ക് വന്ന് വീഴാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ഇപ്പൊ ചോദ്യം. കല്ല് തറയിലേക്ക് വന്ന് വീഴാൻ എത്ര സമയമെടുക്കും? നമുക്ക് അറിയാം h v²/2g ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് തന്നെ ഹാഫ് g² ആണ്. t √2h/g ആണ്. അപ്പൊ ഈ ടൈം ഇന്റർവെൽ താഴേക്ക് വീഴും. ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് എ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ ബി, ഈ എ അപേക്ഷിച്ച് എയുടെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അയാള് ഇത്രയും ദൂരെ ഇരുന്നുകൊണ്ട് ഈ വസ്തു തറയിൽ വന്ന് വീഴുന്ന ആ സമയത്തെ അളക്കുകയാണ്. അയാൾക്ക് ലഭിച്ച ടൈം എന്ന് പറഞ്ഞാൽ ടി ആണ്. ടി ടൈം കൊണ്ട്, ടി എന്ന് പറയുന്ന സമയം കൊണ്ട് മുകളിൽ ഇരിക്കുന്നവരുടെ കല്ല് താഴെ വന്ന് വീഴും. ഇയാള് ഇവിടെ ഇരിക്കുന്ന ആൾ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അയാൾ ഒരു കാറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്യൂം ചെയ്യുക. അയാൾ വി എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാള് ഈ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്ന കല്ലിന്റെ സമയത്ത് അയാളുടെ ക്ലോക്ക് കൊണ്ട് നടന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് വാച്ച് കൊണ്ട് നടന്നു. അയാൾക്ക് കിട്ടിയ ടൈം എന്ന് പറഞ്ഞാൽ ടി ഡാഷ് ആണ്. അപ്പൊ ഇനിയാണ് കാണാം, ഈ ടിയും ടി ഡാഷും തുല്യമായിരിക്കുമോ? ഇതാണ് എന്റെ ചോദ്യം. നമുക്ക് കോമൺ സെൻസ് വെച്ചറിയാം, ദൂരെ നിന്ന് ഇപ്പൊ ചന്ദ്രനിലോ ചൊവ്വയിലോ ഒരു കല്ല്, ഒരു ഉൽക്ക വന്ന് പതിക്കുന്ന സമയം, അത് അവിടെ നിന്ന് ഇവിടെ ഒന്ന് പതിക്കുന്ന നമ്മൾ കണ്ടു. ചൊവ്വയിൽ നിന്ന് ഒരാളാണ്. രണ്ടും ഒരേ സമയമായിരിക്കില്ലേ? ഒരേ സമയമായിരിക്കും എന്നുള്ളതാണ് കോമൺ സെൻസ്. അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ് 2ൽ നിന്ന് നടന്നാലും ഫ്രെയിം ഓഫ് റെഫറൻസ് 1ൽ നിന്ന് നടന്നാലും ഈ ഈവന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൈം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഒരു സമയമേ ഉള്ളൂ. സമയം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഐൻസ്റ്റീൻ ഒരു തിയറി ഫോർവേഡ് ചെയ്തു. അതിനൊരു കാരണമുണ്ട്, അതാണ് അവിടെ പറയാൻ പറ്റുന്നത്. നമ്മള് ഒരു ഇലക്ട്രോണിന്റെ കേസ് എടുക്കുന്നു. ഒരു സിംഗിൾ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിന് ഒരു വോൾട്ടേജ് കൊടുത്ത്, വി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ക്യാപിറ്റൽ വി കൊടുത്ത് ഇതിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ വി എന്നുള്ള വെലോസിറ്റിയിൽ, സ്മോൾ ലെറ്റർ വി എന്നുള്ള വെലോസിറ്റി, ഇതിനൊരു പ്രവേഗം ഉണ്ടാകും, അല്ലെ? ഇത് ചലിച്ചു കൊടുക്കും. അപ്പോ ഇവിടെ കൊടുത്ത എനർജി എന്ന് പറയുന്നത് E × V ആണ്. അത് ഹാഫ് mv² എന്ന് പറയുന്ന കൈനറ്റിക് എനർജിക്ക് തുല്യമായി. വേർ m = mass of electron, v is the velocity acquired by electron due to the potential small capital letter V. V എന്ന് പറയുന്ന ഒരു വലിയൊരു പൊട്ടൻഷ്യൽ കൊടുത്തപ്പോ ഒരു ഇലക്ട്രോണിന് ഉണ്ടായ ചാർജ്, അതായത് അതിന്റെ വേഗമാണ് V എന്നുള്ള വേഗം. E is the charge of electron. That is something about 1.6 into 10⁻⁻⁹ coulomb അങ്ങനെ എന്തോ. അപ്പോ E എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. അപ്പൊ EV = ½ mv² എന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിച്ചാൽ √2eV / m. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ V എന്ന് പറയുന്ന ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഒരു ഇലക്ട്രോണിനെ ചാർജ് ചെയ്തപ്പോൾ, E എന്ന് പറയുന്ന ചാർജ് ഉള്ള ഒരു ഇലക്ട്രോണിനെ ചാർജ് ചെയ്ത് അയച്ചപ്പോൾ അത് അക്യൂർ ചെയ്ത വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ √2eV / m ആയിരിക്കും അതിന്റെ വെലോസിറ്റി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കാര്യത്തിലേക്ക് വരാം. അതായത്
acceleration of an electron. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് നമുക്കറിയാം, velocity of the electron acquired is equal to under the root of 2ev divided by m ആയിരിക്കും അല്ലേ? 2ev divided by m ആയിരിക്കും. ഇതിൽ നമ്മൾ പൊട്ടൻഷ്യൽ കൂട്ടുന്തോറും ഈ വെലോസിറ്റി കൂടി കൂടി വരും. അതാണ് അതിന്റെ ഒരു കാര്യം. ഇതിന്റെ പൊട്ടൻഷ്യൽ കൂട്ടുന്നോറും ഇലക്ട്രോൺ ഫോഴ്സിന്റെ പൊട്ടൻഷ്യൽ കൂട്ടുന്തോറും ഇതിന്റെ വെലോസിറ്റി കൂടി കൂടി വരും. അപ്പൊ അതാണ് നമുക്ക് ഇതിന്റെ അർത്ഥമാണ്. ഈ v എന്നുള്ള പൊട്ടൻഷ്യൽ കൂട്ടി 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 വന്നപ്പോൾ ഈ വെലോസിറ്റി കൂടി കൂടി ഒരു പ്രത്യേക ലിമിറ്റിനപ്പുറം പിന്നെ കൂടാതെ, സാധാരണ നമ്മൾ കല്ലെടുത്ത് എറിയുമ്പോൾ കല്ലൊരു വേഗതയും നമ്മൾ ശക്തി കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കല്ലിന്റെ വേഗതയും കൂടും. അതുപോലെ ഇവിടെ വോൾട്ടേജ് കൂട്ടിയപ്പോൾ ഇലക്ട്രോണിന്റെ വെലോസിറ്റി കൂടേണ്ടതാണ്. ഇലക്ട്രോൺ വളരെ വേഗത്തിൽ ചലിക്കുകയാണ്. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഈ ഇലക്ട്രോണിന്റെ വേഗം കൂടുന്നില്ല. നമുക്കറിയാം സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. Velocity of light c, that is something which is equal to, that is 3 into 10 raised to 8 meters per second അല്ലേ? വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 into 10 raised to 8 meter per second അപ്രോക്സിമേറ്റ്ലി ആണ്. പക്ഷേ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ഇലക്ട്രോണിനെ ആക്സലറേറ്റ് ചെയ്തപ്പോൾ വോൾട്ടേജ് വർദ്ധിപ്പിച്ചു എങ്കിലും ഇത് മാക്സിമം അക്വയർ ചെയ്ത വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 0.998 സി വരെയായി. ഒരിക്കലും, അതായത് മാത്തമാറ്റിക്കലി ഒരു 100 സി വരെ എത്തത്തക്ക പൊട്ടൻഷ്യൽ കൊടുത്തിട്ടും മാക്സിമം പ്രകാശ പ്രവേഗത്തിന്റെ 100 ഇരട്ടി വരെ പായാനുള്ള പൊട്ടൻഷ്യൽ വി അപ്ലൈ ചെയ്തിട്ടും ഈ ഇലക്ട്രോണിന് ഒരിക്കലും സി എന്നുള്ള വെലോസിറ്റിയിൽ എത്താൻ കഴിഞ്ഞില്ല. 100 സിക്ക് തുല്യമായ പൊട്ടൻഷ്യലാണ് കൊടുത്തത്. പക്ഷേ ഇതിന് അക്യൂർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എപ്പോഴും ഒരു അപ്രോക്സിമേറ്റ്ലി 0.998 സി വരെ അക്യൂർ ചെയ്യാൻ കഴിയും. അതായത് ലെസ് ദാൻ 1 സി, ഒരു സിക്ക് താഴെ മാത്രമേ ഇതിന്റെ വെലോസിറ്റി അക്വയർ ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം 100 സിക്ക് ആവശ്യമായ പൊട്ടൻഷ്യൽ കൊടുക്കണം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പൊ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായത് പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനും പ്രകാശത്തെക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധ്യമല്ല. ലോകത്തിലെ ഒരു വസ്തുവിനും പ്രകാശത്തെക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി. അതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് പഴയ കണക്കിലേക്ക് വരാം. അതായത് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്. റെഫറൻസ് 2 ആൻഡ് റെഫറൻസ് 1. റെഫറൻസ് 1 ഇത് v എന്നുള്ള വെലോസിറ്റിയിലാണ് ഇത് ഇതിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഈവന്റ് സംഭവിക്കുന്നു. ആ ഈവന്റിനെ ഇവിടെ നിൽക്കുന്ന ഒരാൾ കാണുന്നത് x dash is equal to x minus vt ലാണ്. Where t is the time and x dash is the coordinate here. X dash here is the man. This is the x. ഇയാളെ അപേക്ഷിച്ച് ഇയാൾ കാണുന്നത് x minus vt ലായി. അതുപോലെ y dash എന്ന് പറയുന്നത് y തന്നെയാണ്, z dash എന്ന് പറയുന്നത് z തന്നെയാണ്, ജനറലായിട്ട് പറയുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അപ്പോ ഇതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോ ഇവിടെ നിന്ന് ഒരാള് ഒരു ടൈം ഇന്റർവെൽ ആക്കുന്നു. അതായത്
ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു കല്ല് താഴേക്ക് വീഴുന്നതിനായിട്ട് ആവശ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഈവന്റ് സംഭവിക്കുന്നതിനായിട്ടുള്ള ടൈം അളക്കുന്നു. ടൈം എന്ന് പറയുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം ടി തന്നെയാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് ടി തന്നെയാണെന്ന് നമ്മൾ ഇപ്പോൾ അസ്യൂം ചെയ്യും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു വസ്തുവിന്റെ യഥാർത്ഥ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇക്വേഷൻ ശരിയാണെങ്കിൽ അത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഫുള്ള് ശരിയല്ല. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഫുള്ള് ശരിയായാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ v √2 ev/m എന്ന് പറയുന്ന ഇക്വേഷൻ അനുസരിച്ച് ഇതിന്റെ വെലോസിറ്റി കൂടേണ്ടത് അത് ഒരിക്കലും സംഭവിക്കുന്നില്ല. അപ്പൊ ഇതിനെപ്പറ്റി ഐൻസ്റ്റീൻ രണ്ടാമതൊരു പോസ്റ്റുലേറ്റ് കൊടുക്കുന്നു. അതിന്റെ പേരാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. രണ്ടാമത് കൊണ്ടുവന്ന തിയറിയാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഒരു വസ്തുവിനും പ്രകാശത്തിനോട് അടുപ്പിച്ചുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല. പ്രകാശത്തിന്റെ വേഗതയാണ് ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു സ്ഥിരസംഖ്യ എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് c is approximately equal to 3 × 10⁸ m/s. അതായത് ഒരു വസ്തു, ഒരു ഇലക്ട്രോണോ മറ്റോ അടങ്ങിയ ഒരു വസ്തു, മാസ് വളരെ സീറോ ആയ ഒരു വസ്തു പ്രകാശത്തിലൂടെ യാത്ര ചെയ്താൽ ആദ്യം പ്രകാശം പോയിട്ട് രണ്ടാമത്തെ വസ്തു പോകും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് സെയിം in all the frames of reference. ഏത് ഫ്രെയിമിൽ നിന്ന് അളന്നാലും, അതായത് നമ്മളിപ്പോൾ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിനെ പറ്റി പറയും. ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നും സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസിന് ഒരു വേഗത. പക്ഷെ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് അളന്നാലും നമുക്ക് രണ്ട് ഇന്റർവെല് 2t ആയിട്ടാണ് വേണ്ടത്. പ്രകാശത്തിന്റെ വേഗത രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിനും തുല്യമായിരിക്കും. രണ്ടാമത്തത് ടൈം ചേഞ്ച്, സമയം മാറും. അതായത് സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഇപ്പോൾ v എന്നുള്ള വെലോസിറ്റി ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ആ v എന്നുള്ള വെലോസിറ്റി ഫ്രണ്ടിലേക്ക് പോകുന്ന സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് അവിടെ സ്റ്റാറ്റിക് ആണ്. അവിടെ നിന്ന് അളന്നാൽ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് കിട്ടുന്ന ടൈം റീഡിംഗ് എന്ന് പറയുന്നത് ചേഞ്ച് ആയിരിക്കും. അതായത് t ഈസ് നോട്ട് ഈക്വൽ ടു t ഡാഷ് ആയിരിക്കും. രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് പറയും. ഇത് ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ് ആണ്. ഇവിടെ ഇവന്റ് സംഭവിക്കുകയാണ്. ഇവിടെ നിന്ന് നടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ t ഡാഷ് ആയിരിക്കും. ഇത് ഇവിടെ നിന്ന് താഴേക്ക് വന്ന് വീഴുന്ന എന്തെങ്കിലും ഇവന്റ് ഇവിടെ നിന്ന് നടക്കുന്നത് t ആയിരിക്കും. പക്ഷെ t ഈസ് നോട്ട് ഈക്വൽ ടു t ഡാഷ്. അതാണ് അടുത്ത പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ടൈം വിൽ ചേഞ്ച്, സമയം ചേഞ്ച് ചെയ്യും. അപ്പൊ സമയം ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പൊസിഷൻ എല്ലാം ചേഞ്ച് ചെയ്യില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് പൊസിഷൻ ടൈം mass etc will undergo change. ഒരു വസ്തുവിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഈ ഐൻസ്റ്റൈൻ തിയറി അനുസരിച്ച് 4 പാരാമീറ്റേഴ്സ് ഉപയോഗിക്കും. അതിന്റെ പൊസിഷൻ p is equal to it is a function of x, y, z and t. t എന്ന് പറയുന്നത് നമ്മൾക്കറിയാം x എന്ന് പറയുന്ന ഒരു ത്രിമാന ആകൃതി എടുത്താൽ, അതായത് ഒരു സ്ഫെറിക്കൽ ആക്സിസ് എടുത്താൽ x എന്ന് പറയുന്ന x ആക്സിസ് ആണ്, y എന്ന് പറയുന്ന y ആക്സിസ് ആണ്, z എന്ന് പറയുന്ന z ആക്സിസ് ആണ്. പക്ഷേ നാലാമത്തെ ആക്സിസ് എന്ന് പറയുന്ന ടൈം ആണ്. ടൈം എങ്ങനെ ആക്സിസ് ആകുന്നത്? നോ, ടൈം ഈസ് എ പാരാമീറ്റർ ബട്ട് ദാറ്റ് ടൈം വിൽ ഓൾസോ ചേഞ്ച്. അതുകൊണ്ട് നമ്മൾ ടി എന്ന് പറയുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? ഒരു വസ്തുവിനെ സഞ്ചരിക്കണമെങ്കിൽ അതിനൊരു സ്പേസ് വേണം, അതിനൊരു ടൈം വേണം.
ഈ സഞ്ചരിക്കുന്ന വസ്തുവിൽ അതിനൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി എടുത്താൽ ആ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ സമയം മറ്റൊരു വസ്തുവിന്റെ സമയത്തെ അനുസരിച്ച് കുറവായിരിക്കും. അപ്പൊ ഇനി ടൈം ഡയലേഷനിലേക്ക് വരാം. അപ്പോ ഐൻസ്റ്റീന്റെ തിയറി അനുസരിച്ച്, അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ, ഈ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ x is not equal to x dash is not equal to x minus vt. അത് രണ്ടാമത്തെ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ അളന്നില്ലേ x dash, അത് ഒരിക്കലും x minus vt ആയിരിക്കത്തില്ല എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയായിരിക്കും? what x dash is equal to a constant k into x minus vt ആയിരിക്കും. ഈ k എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ് പിന്നീട് ഐൻസ്റ്റീൻ ഉപയോഗിക്കുന്നത്. വളരെ വലിയൊരു കണക്കാണത്. ഈ k എന്നുള്ളത് കണ്ടുപിടിച്ചാൽ, അതായത് രണ്ടാമത്തെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ഒരു ഈവന്റ് സംഭവിക്കുന്നു, ഒരു കല്ല് താഴെ വീഴുന്നതോ മറ്റോ ആയിട്ടുള്ള ഒരു ഈവന്റ് സംഭവിച്ച് തീരുന്നത് വരെയുള്ള കാര്യം അളക്കുമ്പോൾ അതിലെ പൊസിഷൻ കോർഡിനേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വി ടി അല്ല, പകരം അതിന്റെ എത്രയെങ്കിലും ഒരു ഗുണിതമായിരിക്കുന്നതാണ്. ആ ഗുണിതം എന്ന് പറയുന്നത് ആ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ വേഗതയോ അതിലെ ടൈമിന്റെ ചേഞ്ചിനെയോ മറ്റോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇതിൽ സംഭവിക്കുന്ന ടി എന്നുള്ള ടൈം അല്ല ഇതിൽ സംഭവിക്കുന്ന ടി എന്നുള്ള ടൈമിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. സോ we can just think about the time dilation in the Einstein's concept. അതായത് ഐൻസ്റ്റീന്റെ കൺസെപ്റ്റ് ഞാൻ പറയുക, അതായത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്, അത് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് v എന്ന് പറയുന്ന വെലോസിറ്റി ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിനെ അപേക്ഷിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സപ്പോസ് ഒരു ക്ലോക്ക് ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക, C1 ക്ലോക്ക് ഒരു ടൈം റീഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇരിക്കുന്നത് ഈ ഫ്രെയിമിലാണ്. S എന്ന് പറയുന്ന ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് ഇരിക്കുന്നത്. അതേസമയം തന്നെ വേറൊരു ക്ലോക്ക് ഉണ്ട്, സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്, ദാറ്റ് ഈസ് C1 ഡാഷ്. അതും ഇതേപോലെ സെയിം ടൈം തന്നെ റീഡ് ചെയ്യുക. ഇത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഈ സെക്കൻഡ് ഫ്രെയിം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പർട്ടിക്കുലർ വെലോസിറ്റി, ആ സി എന്നുള്ള വെലോസിറ്റി സഞ്ചരിക്കുമ്പോൾ അറ്റ് എ ടൈം ഇന്റർവൽ C1 എന്ന് പറയുന്ന ക്ലോക്ക് റീഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് T1 ആണെന്നിരിക്കുന്നത്. സിമിലർലി C1 ഡാഷ് എന്ന് പറയുന്ന ക്ലോക്ക് റീഡ് ചെയ്യുന്ന സമയം T1 ഡാഷ്. ഇത് കുറച്ച് ദൂരം സഞ്ചരിക്കുന്നു. അപ്പൊ ഇവിടെ വേറൊരു ക്ലോക്ക് ഇരിക്കുന്നതിനെ അസൈൻ ചെയ്യുന്നു, ക്ലോക്ക് C2. അതിരിക്കുന്നത് ഇതേ S എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് തന്നെയാണ്. അവിടെ ഈ ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റെസ്റ്റിൽ ഇരിക്കുന്ന ഫ്രെയിമാണ്. ഈ ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്ന റെസ്റ്റ് ആണ്. അവിടെ ഇരിക്കുന്ന ഫ്രെയിമിലൂടെ മൂവ് ചെയ്യുന്നത്. അത് രണ്ടാമതൊരു സമയം ഇങ്ങനെ കാണിക്കുന്നു. അത് C2 T2. അതുപോലെ തന്നെ ഇതിങ്ങനെ മൂവ് ചെയ്ത് ഈ ക്ലോക്ക് മൂവ് ചെയ്ത് ഇവിടം വരെ വരുമ്പോ ഈ C1 ഡാഷ് എന്ന് പറയുന്ന ക്ലോക്ക് കാണിക്കുന്ന സമയം നടക്കുന്നു. അത് ഇതാണ്, ദാറ്റ് ഈസ് C1 ഡാഷ് at the position 2 is equal to T2 dash. രണ്ടാമത്തെ. അപ്പോ നമുക്ക് മനസ്സിലാക്കാം ഈ ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്ന റെസ്റ്റിലാണ്. ഈ റെസ്റ്റിലിരിക്കുന്ന ഫസ്റ്റ് ഫ്രെയിമിന്റെ മുകളിൽ കൂടെ ഒരു സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് v എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അതിലുള്ള C1 എന്ന് പറയുന്ന ക്ലോക്ക് അറ്റ് ദ ടൈം ആ പൊസിഷൻ C1 എന്ന് പറയുന്ന മറ്റൊരു ക്ലോക്ക്, സെയിം ക്ലോക്ക് റെസ്റ്റ് ഫ്രെയിമിൽ ഇരിക്കുന്ന അതേ ടൈം റീഡ് ചെയ്യും. C1 ഡാഷ് എന്നുള്ള ക്ലോക്ക് ഇവിടെ തന്നെ ഉണ്ട്, ഈ ഫ്രെയിമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് മൂവ് ചെയ്ത് അടുത്തൊരു പൊസിഷനിൽ എത്തുമ്പോൾ അതിന്റെ അടുത്തായിട്ട് റെസ്റ്റിലിരിക്കുന്ന ഫ്രെയിമിൽ C2 എന്ന് പറയുന്ന രണ്ടാമതൊരു ക്ലോക്ക് ഉണ്ട്. അത് T2 എന്നുള്ള ടൈം മെഷർ ചെയ്യുന്നു. C1 ഡാഷ് ആ സമയം T2 ഡാഷ് മെഷർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ടൈം ചേഞ്ച് in frame S dash is equal to T2 dash minus T1 dash, which is equal to delta T dash. Say അതുപോലെ തന്നെ ടൈം ചേഞ്ച് ഇൻ S is equal to T2
T2 minus T1 is equal to delta T. ഇത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്രെയിമിനെ അപേക്ഷിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ അതിലിരിക്കുന്ന ക്ലോക്ക് കാണിച്ച രണ്ട് റീഡിങ്സ്, ആ രണ്ട് പോയിന്റിൽ നിന്ന് ഒരേ സമയം താഴെ റെസ്റ്റിലിരിക്കുന്ന രണ്ട് ക്ലോക്കുകൾ കാണിച്ച റീഡിങ്സ്, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനിഷ്യൽ റീഡിങ്സ് എല്ലാ ക്ലോക്കുകളും സെയിം ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവയുടെ ടൈം ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡിഫറൻസ് ഉണ്ടാകുന്നത് സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ v എന്നുള്ള വെലോസിറ്റി കൊണ്ടാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും T2 dash minus T1 dash is equal to delta T dash and T2 minus T1 is equal to delta T. കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് delta T dash is always less than delta T എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് താഴത്തെ ഇനിഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ കാണിച്ചിട്ടുള്ള, താഴത്തെ റെസ്റ്റിലിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ കാണിച്ചിട്ടുള്ള ഒരു ക്ലോക്ക്, രണ്ട് ക്ലോക്കുകളുടെ ടൈമിന്റെ ഡിഫറൻസ് മുകളിൽ കാണിച്ചിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ കാണിച്ചിരിക്കുന്ന ക്ലോക്കിലെ ടൈമിന്റെ ഡിഫറൻസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ്. അപ്പൊ ഈ ചലിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ ടൈമിന് എന്തോ ഒരു ശോഷണം സംഭവിച്ചു, അല്ലെ? ഈ ചലിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് v എന്നുള്ള വെലോസിറ്റിയിൽ ചലിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ ടൈമിന് ഒരു ശോഷണം സംഭവിച്ചിരിക്കുന്നു. ഈ v എന്ന് പറയുന്നത് സിമിലർ ടു c അഥവാ 3 × 10⁸ meters per second ആയാൽ ഏകദേശം ഈ വ്യത്യാസം പ്രകടമായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം. കാരണം റിലേറ്റിവിറ്റി എന്ന ചെറിയ പാർട്ടിക്കിൾസിനാണ് കൂടെ ആപ്ലിക്കബിൾ, ഹൈ വെലോസിറ്റി സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾസിനാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് k × delta T dash ആയിരിക്കും. k നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. k is equal to 1 divided by under the root of 1 minus b square divided by c square ആയിരിക്കും. മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ഒരു ക്വാണ്ടിറ്റിയെ അനുസരിച്ച് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ടൈമിന്റെ ഡൈലേഷൻ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ചലിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ ടൈം കുറയുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ടൈം കുറയുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ വലിയ ടൈം ഡൈലേഷൻ സംഭവിക്കുന്നു എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് t original t0 is equal to t divided by under the root of 1 minus b square by c square. ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെയാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. അതായത് ചലിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് if v is equal to c എന്താണ് സംഭവിക്കുക? v c ക്ക് തുല്യമായി സംഭവിക്കും. t0 is equal to എത്രയാവും? t divided by under the root of 1 minus 1 which is equal to approximately infinity. കാരണം t divided by 0 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി പകരം ഇൻഫിനിറ്റിയിലേക്ക്. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെ അപേക്ഷിച്ച് ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് വളരെ വളരെ കുറവായിട്ട് മാറും. അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്ന വളരെ വളരെ കൂടുതലാണ്, അല്ലെ? അല്ലെങ്കിൽ മറ്റൊന്ന് പറയാം, ഇങ്ങനെ ചലിക്കുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ, ഇത് റെസ്റ്റിലിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്, v വെലോസിറ്റിയിൽ ചലിക്കുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ ടൈമിന് സംഭവിക്കുന്ന ശോഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ഈവന്റ് സംഭവിച്ചു കഴിയാൻ ഇതിനെ അപേക്ഷിച്ച് സമയം കുറച്ചു മതി. ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ചിലപ്പോ 1000 സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഭവം, 1000 സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഭവം ഇവിടെ സംഭവിക്കുക. അതായത് ഈ പൊസിഷനിൽ ഈ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് സംഭവിക്കാൻ ചിലപ്പോ 999.98 സെക്കൻഡ്സ് മതിയാകും. കമ്പയറബിൾ ഡിസ്റ്റൻസ്, കമ്പയറബിൾ വെലോസിറ്റീസ് ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്മോൾ amount ഓഫ് ടൈം ഡിഫറൻസിനെയാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കണക്ക് നമുക്ക് പരിശോധിക്കാം. അതായത് ഒരു ഇനിഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇവിടെ ഉണ്ട്, മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇവിടെ ഉണ്ട്.
മറ്റത് v സിമിലർ ടു c ആണെന്നിരിക്കട്ടെ. പ്രകാശത്തിന് ഏതാണ്ട് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വേഗതയിൽ രണ്ടാമതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ഒരു വസ്തുവിന്റെ ഒരു മോഷൻ പോസിബിൾ അല്ല. ഈക്വൽ ടു സി പോസിബിൾ അല്ല, പക്ഷെ സിമിലർ ടു സി പോസിബിൾ ആകാം ചിലപ്പോൾ. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇവിടത്തെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇവിടത്തെ ഡെൽറ്റ ടി ഡാഷിനെ അപേക്ഷിച്ച് വളരെ വളരെ കൂടുതലായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ പഴയ ബ്രഹ്മലോകത്തിലെ കണക്ക്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പഴയ ബ്രഹ്മലോകത്തിൽ ഒരു കണക്കുണ്ട്. അതായത് ഭൂമിയിൽ നിന്നും ഒരു കക്ഷി ബ്രഹ്മലോകത്തിൽ പോയി 5 മിനിറ്റ് ചെലവഴിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പൊ അവിടെ ഏതാനും നാഴികകൾ മാത്രമേ ചെലവഴിച്ചുള്ളൂ എങ്കിലും ഭൂമിയിൽ വന്നപ്പോ അവിടെ എത്രയോ അധികം യുഗങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞിരുന്നതാണ്. അതായത് ബ്രഹ്മലോകത്തിൽ ഒരു മഹർഷി എന്തോ പോയിട്ട് അവിടെ ഏതാനും നിമിഷങ്ങൾ ചെലവഴിച്ചിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. ഭൂമിയിൽ യുഗങ്ങൾ കഴിഞ്ഞു പോയി. അത് ചിലപ്പോൾ ഈ ടൈം ഡയറക്ഷൻ കൊണ്ടായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയം ഡെൽറ്റ ടി ഡയറക്ഷൻ അപേക്ഷിച്ച് വളരെ വളരെ വലുതാണ്. അപ്പൊ ബ്രഹ്മലോകം ചിലപ്പോ ബ്രഹ്മലോകത്തിന്റെ വെലോസിറ്റി അഥവാ ബ്രഹ്മലോകം ചിലപ്പോൾ നമ്മുടെ ഭൂമിയെ അപേക്ഷിച്ച് വളരെ വലിയ വേഗതയിൽ, അതായത് ഏതാണ്ട് പ്രകാശത്തോട് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നതായിരിക്കും. അങ്ങനെ ചിലപ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റിലേറ്റിവിസ്റ്റിക് ടൈം ഡയലേഷൻ എന്ന് പറയുന്ന വേറൊരു കണക്കുകളുണ്ട്. അതായത് ടൈം ഡയലേഷൻ അനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇരുന്നുകൊണ്ട് നമ്മള് ഏതാണ്ട് പ്രകാശത്തോട് തുല്യമായ വേഗതയിൽ സഞ്ചരിച്ചാൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പ്രകാശത്തിന് തുല്യമായ ഒരു വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടിരിക്കട്ടെ. പ്രകാശത്തിന് തത്തുല്യമായ ഒരു വേഗതയിൽ നമ്മൾ സഞ്ചരിച്ചാൽ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡാഷ് ഡിവൈഡഡ് ബൈ അണ്ടർ ദ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന ഇക്വേഷൻ പ്രകാരം വി എന്ന് പറയുന്ന സിക്ക് തുല്യമായതുകൊണ്ട് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. അതായത് നമ്മൾ സഞ്ചരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഏതാണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മുടെ ക്ലോക്ക് ഒന്ന് സ്റ്റോപ്പ് ആവും. നമ്മളിവിടെ ക്ലോക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഭൂമിയിൽ റെസ്റ്റിൽ ഒരാൾ ഇരിക്കുന്നിരിക്കട്ടെ, മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസ്, അതിനെ അപേക്ഷിച്ച് നമ്മുടെ ക്ലോക്ക് സ്റ്റോപ്പ് ആവും. ആ ക്ലോക്ക് സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ ക്ലോക്ക് സ്റ്റോപ്പ് ആവുന്നതിനോട് ടെൻഡ് ചെയ്യും. അതായത് കുറച്ച് സമയം മാത്രമേ നമ്മുടെ ക്ലോക്കിലാവൂ. പക്ഷെ അതിവിടെ ഭൂമിയെ അപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ യുഗാന്തരങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് എന്താണ് ഒരു ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ്. അമേസിംഗ് ഫാക്ട്സ്. അതായത് റെസ്റ്റിലിരിക്കുന്ന എർത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വി കറസ്പോണ്ട്സ് ടു സി എന്നുള്ള വെലോസിറ്റിയിൽ നമ്മൾ മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് സഞ്ചരിച്ചാൽ എർത്തിന്റെ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത് ടെൻഡിങ് ടു ഇൻഫിനിറ്റിയും നമ്മുടെ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത് ഇതിനെ അപേക്ഷിച്ച് വളരെ വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം ഓഫ് റെഫറൻസിൽ ഇരിക്കുന്ന ചെറിയൊരു സമയത്തിന്റെ വ്യത്യാസം ഭൂമിയിൽ വളരെ വലിയൊരു സമയത്തിന്റെ വ്യത്യാസമായിട്ട് മാറുകയും ഭൂമിയിലെ ഭാവി കാര്യങ്ങളെ, അതായത് നമ്മളൊരു ക്യാമറ ഉണ്ടോ മറ്റോ അനലൈസ് ചെയ്യാം. ക്യാമറ പോലും ചിലപ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റും, കാരണം സമയം പ്രകാശത്തിന്റെ തുല്യമായ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചില ഭാവി കാര്യങ്ങൾ ഇവിടെ റീഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഡെൽറ്റ ടി ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മുടെ ഡെൽറ്റ ടി ഡാഷ് എടുക്കുമ്പോൾ വളരെ വളരെ ചെറിയൊരു സംഖ്യ ആയിരിക്കും. അതനുസരിച്ച് നമുക്ക് ഭാവി കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രകാശത്തിനേക്കാളും വേഗതയിൽ സഞ്ചരിച്ച പലതരത്തിലുള്ള അത്ഭുതങ്ങളുണ്ട്. ഇനി മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് അപ്പാരന്റ് ലെങ്ത് കോൺട്രാക്ഷൻ ആണ്. നമുക്ക് മനസ്സിലാക്കാം. അപ്പാരന്റ് ലെങ്ത് കോൺട്രാക്ഷൻ എന്ന്
എന്ന് പറയുന്നത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ അപേക്ഷിച്ച് v എന്നുള്ള വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ഒരു ലെങ്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ L0 എന്നുള്ള ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ L is equal to L0 into root of 1 minus u square by c square ആയിരിക്കും. നമുക്ക് നന്നായിട്ട് അറിയാം L is less than L0. അതായത് ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നുകൊണ്ട് ഈ സഞ്ചരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിലെ ലെങ്തിനെ നമ്മൾ റീഡ് ചെയ്താൽ അതിന്റെ ലെങ്ത് കുറവായിട്ട് കാണും. അതായത് ലെങ്ത് കുറയും. ഇനി മാസിന് വ്യത്യാസം സംഭവിക്കുമെന്ന് നോക്കാം. മാസിന് വളരെ വലിയ വ്യത്യാസം സംഭവിക്കും. അതായത് relativistic mass. Relativistic mass എടുത്താൽ അതിന്റെ ഇക്വേഷൻ m is equal to m0 divided by under the root of 1 minus v square by c square. ഇതിന്റെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത്? v tends to c ആയാൽ then 1 minus 1 by v square by c square tends to 0, then m tends to infinity. അതായത് ചലിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും പിണ്ഡം വർദ്ധിക്കുന്നു. അത് പ്രകാശത്തിന് തത്തുല്യമായിട്ടുള്ള വേഗതയിൽ ഒരു വസ്തു സഞ്ചരിച്ചാൽ ആ വസ്തുവിന്റെ പിണ്ഡം അനന്തമായിട്ട് മാറും. ആ വസ്തുവിന്റെ പിണ്ഡം ഇൻഫിനിറ്റി വരും. കാരണം ഇക്വേഷൻ അനുസരിച്ച് ഈ ഇക്വേഷൻ അനുസരിച്ച് വസ്തുവിന്റെ പിണ്ഡം ഇൻഫിനിറ്റീവ് ആയിട്ട് മാറും. അത് സങ്കല്പിക്കാനാകാത്ത വലിയ വസ്തു അല്ലെങ്കിൽ വലിയ പിണ്ഡമുള്ള വസ്തുവായിട്ട് മാറും. ഈ ബ്ലാക്ക് ഹോൾസിന്റെ ഒക്കെ ഒരു എക്സ്പാൻഷൻ കാരണം എന്ന് പറയുന്നത് ആക്ച്വലി ഈ റിലാറ്റിവിസ്റ്റിക് ആയിട്ടുള്ള മാസ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ബ്ലാക്ക് ഹോളിന് വേറൊരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. കാരണം അതിന്റെ പുറത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം പോയിട്ട് വസ്തു ഷ്രിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല മാസ് ഇൻഫിനിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നതാണ്. പക്ഷെ ഒരു വസ്തുവിന് പ്രകാശത്തിനോട് തത്തുല്യമായ വെലോസിറ്റിയിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല. പ്രകാശ പ്രവേഗത്തോട് തുല്യമായ വേഗതയിൽ സഞ്ചരിച്ചാൽ ഒരു വസ്തുവിന്റെ മാസ് ഇൻഫിനിറ്റീവ് ആയിട്ട് മാറും. ഇതാണ് ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. ടൈം ഡൈലേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.